ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് 2 എക്സാമ്പിൾസ് നമ്മളവിടെ ഡിസ്കസ് ചെയ്ത് സിമ്പിൾ പെൻഡിലും അതുപോലെ തന്നെ ആറ്റ്വുഡ് മെഷീൻസിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്തത്. അതായത് നമുക്കിപ്പോൾ സിമ്പിൾ ആപ്ലിക്കേഷൻസ് ഓഫ് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് ആ സെക്ഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് മെത്തേഡ്സ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ആപ്ലിക്കേഷൻസ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയി ഡിസ്കസ് ചെയ്ത സിമ്പിൾ പെൻഡിലും ദെൻ സെക്കൻഡ് ആയി നമ്മൾ ചെയ്ത അവിടുത്തെ ആ ഒരു ആറ്റ്വുഡ് മെഷീൻ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അവിടെ നമുക്ക് എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു മെത്തേഡിൽ അല്ലെങ്കിൽ ലഗ്രാഞ്ചിയൻ മെത്തേഡിൽ നമ്മൾ അവിടെ സാധാരണ ഡിസ്റ്റൻസിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ ഫംഗ്ഷൻ എടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു മെഷീൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെ കുറിച്ചോ ഒന്ന് സ്റ്റഡി ചെയ്യുന്നത്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒരു ഡിസ്പ്ലേസ്മെന്റ് എടുക്കുക ut പ്ലസ് ഹാഫ് at സ്ക്വയർ. അവിടെ ശരിക്കും നമ്മൾ എന്താണ് ചെയ്യുന്നത്, അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ എസിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന അവിടുത്തെ വെലോസിറ്റി അതുപോലെ തന്നെ അവിടുത്തെ ടൈം ഇതൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ ന്യൂട്ടോണിയൻ മെക്കാനിക്സിന്റെ കൺസെപ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ഒരു ലഗ്രാഞ്ചിയൻ മെത്തേഡിൽ അവിടുത്തെ കൈനറ്റിക് എനർജി ഡിറ്റർമിൻ ചെയ്യും. ദെൻ എന്ത് ചെയ്യും, അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യും. ഓക്കെ, ഒരു മോഷനിലുള്ള ഒബ്ജക്റ്റ് വരുന്ന കൈനറ്റിക് എനർജി റെസ്റ്റിംഗ് പൊസിഷനിൽ വരുന്ന സമയത്തുള്ള അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ഡിറ്റർമിൻ ചെയ്തതിനു ശേഷം അത് രണ്ടും എന്ത് ചെയ്യാറുണ്ട്, സം ചെയ്തിട്ട് ആ സമ്മിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സമ്മിനെ പിന്നെ നമ്മൾ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ കൊടുക്കും. ആ സം ചെയ്തെടുക്കുന്ന L is equal to ടി സോറി സം അല്ല ഡിഫറൻസ് ആണ് കേട്ടോ, ഡിഫറൻസ് സോറി സം പറഞ്ഞ ഹാമിൽട്ടൺ ഉണ്ട്. അപ്പോൾ ഡിഫറൻസ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ അവിടുത്തെ ലഗ്രാഞ്ചിയൻ ഇക്വേഷനിലോട്ട് ഇതിനെ എന്ത് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ എന്ന് പറയുന്നത് d by dt of dou L by dou theta dot മൈനസ് ഡോ എൽ ബൈ ഡോ തീറ്റ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ കൊടുക്കുന്നത്. അപ്പൊ നമ്മളവിടെ ഡെറിവേറ്റീവ് എത്ര ചെയ്യുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ആ ഒരു സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഇക്വേഷൻ നമുക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു വേറൊരു മെത്തേഡാണ്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ഈ ഒരു എക്സാംസ് അത്രയും പഠിച്ചു വെച്ചാൽ മതി. മോസ്റ്റ് കോമൺലി സിമ്പിൾ പെൻലോ കോമ്പൗണ്ട് പെൻലോ ഒക്കെ ആയിരിക്കും സാധാരണ ആറ്റ്വുഡ് മെഷീൻ. സിമ്പിൾ പെൻലോ കോമ്പൗണ്ട് പെൻലോ ആറ്റ്വുഡ് മെഷീൻ ഈ മൂന്നെണ്ണം ആയിരിക്കും മിക്കപ്പോഴും എക്സാമിനേഷൻ ചോദിക്കുന്നത്. നമുക്ക് ഏതാണെന്നുള്ള കാര്യം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കൺഫേം ചെയ്യാം ഏതാണ് വരുന്നതിനെ കുറിച്ചിട്ട്. അപ്പൊ ഞാനിപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇപ്പോൾ മൊത്തം നോക്കിയില്ല. നോക്കിയതിനു ശേഷം നമുക്ക് POQ നോക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ എല്ലാം പഠിച്ചിട്ട് പോകാൻ ഇപ്പോൾ ഇന്റേണൽ എക്സാമിനൊക്കെ ടീച്ചേഴ്സ് ഏത് ചോദിക്കണമെന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന അത്രയും ഒന്ന് പഠിക്കുക. എക്സാമിനേഷൻ ടൈമിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് മെയിൻലി പഠിക്കാനുള്ള 2-3 എക്സാമ്പിൾസ് ഉണ്ട്. ഏകദേശം ഒരു 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സാമ്പിൾസ് വരുന്നുണ്ട്. അതിൽ കൂടുതലുണ്ട്. നിങ്ങൾക്ക് അത്രയും പഠിച്ചാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് സിമ്പിൾ പെൻഡുലം ഡിസ്കസ് ചെയ്തു. സിമ്പിൾ പെൻഡുലം അവിടെ നമ്മൾ എന്ത് ചെയ്യും, സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് t is equal to 2 pi root L by G എന്ന ഇക്വേഷൻ നമുക്ക് അവിടെ കൊണ്ടെത്തിക്കാൻ പറ്റും. ഓക്കെ, ടൈം പീരീഡ് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ടൈം ആ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ. അതുപോലെ തന്നെ ആറ്റ്വുഡ് മെഷീന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ആക്സിലറേഷൻ ഫംഗ്ഷൻ ആറ്റ്വുഡ് മെഷീനിൽ നമ്മൾ കണ്ടുപിടിച്ചത് എക്സ് ഡബിൾ ഡോട്ട്. എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, അവിടെ നമുക്ക് ഒരു പുള്ളി സിസ്റ്റം ഉണ്ട്, പുള്ളി മാസ് സിസ്റ്റം ഉണ്ട്. അതൊരു എം എന്ന് പറയുന്ന മാസ്. അപ്പൊ ആ ഒരു M1 എന്ന മാസ് എത്രത്തോളം ഇവിടെ നിന്ന് ആക്സിലേറ്റ് ചെയ്ത് താഴോട്ട് വന്ന ഒരു മുകളിലോട്ട് പോയി, ആ ഒരു മെഷർമെന്റ് നമുക്ക് എന്ത് ചെയ്ത് ഇവിടെ നിന്ന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഓരോന്നിനും നമുക്ക് ഏത് ഇക്വേഷൻ ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, ആ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലഗ്രാഞ്ചിയൻ മെക്കാനിക്സ് യൂസ് ചെയ്ത് അവിടെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത 2 മെത്തേഡ്സ് ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് ആ ഒരു ഡിഫറൻസിയേഷൻ നമുക്ക് ഡൗട്ട് വരേണ്ട കാര്യമില്ല. നമ്മൾ അവിടെ എടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡോട്ട് ഉള്ള വാല്യൂസ് എന്ത് ചെയ്യും, തീറ്റ ഡോട്ടിന് വിത്ത് റെസ്പെക്ട് എന്ത് ചെയ്യുക, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. തീറ്റ ഉള്ള വാല്യൂസ് ആണെങ്കിൽ തീറ്റയ്ക്ക് വിത്ത് റെസ്പെക്ട് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ സാധാരണ നമുക്കിപ്പോ d by dt ഓഫ് ടൈം പീരീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ എല്ലാത്തിനും ടൈം വേരിയേഷണൽ ഫംഗ്ഷൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മിക്ക ഫംഗ്ഷൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആംഗുലർ വേരിയേഷൻ ആയാലും ഡിസ്പ്ലേസ്മെന്റ് ഇതെല്ലാം നമ്മൾ എന്താണ് ആ ടൈമിന് വിത്ത് റെസ്പെക്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വേരിയേഷൻ എടുക്കുന്നത്. ഓക്കെ, ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സാധാരണഗതിയിലും നമ്മൾ മിക്കപ്പോഴും ടൈമിന് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തീറ്റയുടെ ഡെറിവേറ്റീവ് തീറ്റ is equal to d theta by dt ഇങ്ങനെയാണ് എന്ത് നമ്മൾ സാധാരണ ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ഡെറിവേറ്റീവ് എടുക്കുന്ന ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇനി അടുത്ത് നമുക്ക് വരുന്ന എക്സാമ്പിൾസ് നോക്കാം. കോമ്പൗണ്ട് ബാർ പെൻഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ടൈം പീരീഡ് ഡെറിവേറ്റീവ് എടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ന്യൂട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ. നമുക്കറിയാലോ F is equal to ma, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ F is equal to dp by dt, F is equal to ma. ആ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇവിടെ നമ്മളിപ്പോൾ ഇതിലോട്ട് മൂന്നാമത്തെ ഇക്വേഷൻ ആണ് ന്യൂട്ടൺ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ലഗ്രാഞ്ചിയൻ ഇവിടെ നിങ്ങളൊരു കാര്യം ആണെങ്കിൽ നമുക്ക് ന്യൂട്ടൺ ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. ഓക്കെ, മോഷൻ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ശരിക്കും എന്തില്ല, പൊട്ടൻഷ്യൽ എനർജി ടേം അവിടെ വരത്തില്ല. ഓക്കെ, നമ്മൾ ആദ്യമേ പറഞ്ഞു നമുക്കൊരു ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ ആണ് ആദ്യം കൺസെപ്റ്റ് വരേണ്ടത്. ലഗ്രാഞ്ചിയൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടെ കൈനറ്റിക് എനർജി ഓർമ്മ വരിക, പൊട്ടൻഷ്യൽ എനർജി ടേം ഓർമ്മ വരിക. ഓക്കെ, ഒരു സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി ഓർത്തിരിക്കണം, കൈനറ്റിക് എനർജി എന്ത് ചെയ്യണം ഓർത്തിരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നോക്കി, ഇപ്പോൾ നമ്മളൊരു മോഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ മോഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ശരിക്കും ഇതിനകത്ത് എന്ത് ചെയ്യുന്നില്ല, ഇതിനകത്ത് കൈനറ്റിക് എനർജി ടേം മാത്രമേ വരുന്നുള്ളൂ, പൊട്ടൻഷ്യൽ എനർജി ടേം നമുക്ക് ഇവിടെ വരില്ല. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ടേം നമ്മൾ ഇവിടെ എടുക്കേണ്ട കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ ലഗ്രാഞ്ച് എന്ന് പറയുന്ന
ടി മൈനസ് സീറോ എന്ന് വരും. ഓക്കെ, ടി മൈനസ് സീറോ. കാരണം എന്താണ്, അവിടെ പൊട്ടൻഷ്യൽ ടേം നമുക്ക് ഇവിടെ വരില്ല. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ന്യൂട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. അപ്പോൾ നമുക്ക് അവിടെ സീറോ ആയിട്ട് പോയി. ഇവിടുത്തെ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വെറും എന്താണ്, അവിടുത്തെ കൈനറ്റിക് എനർജി ടേം മാത്രമാണ്. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ. ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ വേറെയാണ്, ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ വേറെയാണ്. അത് ചിലപ്പോൾ ചില സ്റ്റുഡൻസ് തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ 1 മാർക്കിന് എക്സ്പ്ലെയിൻ അബൌട്ട് ദ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ചോദിക്കും. ഓക്കെ, ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ചോദിക്കും. അപ്പോൾ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ L = T - V എഴുതി ഒരിക്കലും എന്ത് ചെയ്യില്ല, അവർ മാർക്ക് തരില്ല, 1 മാർക്ക് പോലും ഇടില്ല. കാരണം ഇത് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് d/dt of dou L by dou Q dot minus dou L by dou Q. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്, ഇതാണ് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ. ഇത് എഴുതിയാൽ മാത്രം എന്ത് ചെയ്യത്തുള്ളൂ, മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കപ്പോഴും ചോദിക്കുന്നതാണ് എക്സ്പ്ലെയിൻ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ. ഓക്കെ, ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ അങ്ങനെ ചോദിക്കാറില്ല. വെയർ ഇവിടെ എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷൻ എഴുതിട്ട് വെയർ L = ഓക്കെ, വെയർ L = T - V അങ്ങനെ എഴുതാം. ഓക്കെ, ഇത്ര എഴുതിയാൽ കറക്റ്റ് ആയിട്ട് മാർക്ക് എഴുതി. അപ്പോൾ ഇന്ത്യൻ എക്സാം ഒക്കെ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ന്യൂട്ടന്റെ സെക്കൻഡ് ലോ നമുക്ക് എങ്ങനെ ഈ ഒരു ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ എല്ലിന്റെ വാല്യൂ കിട്ടി. എൽ എന്താണ്, പ്യുവർലി കൈനറ്റിക് എനർജി മാത്രമേ അവിടെ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മളിപ്പോൾ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ d/dt ഓഫ് എന്ത് വരും, d/dt ഓഫ് dou t by dou q dot j. ഓക്കെ, ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഇപ്പോൾ ഇട്ടു. നമുക്ക് കോർഡിനേറ്റ് ഇവിടെ ഇപ്പോൾ നമ്മൾ ലഗ്രാഞ്ചിയൻ ഈ ഒരു ന്യൂട്ടന്റെ കൺസെപ്റ്റിൽ നമ്മൾ നോർമലി പൊസിഷൻ കോർഡിനേറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് സാധാരണ ഇപ്പോൾ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു കോർഡിനേറ്റ് അല്ലേ. നമുക്കിപ്പോൾ വേറൊരു കോർഡിനേറ്റ് ആവശ്യമില്ല, കാരണം തീറ്റ ആംഗുലർ വേരിയേഷൻ വരുന്നില്ല, വേറെ വേരിയേഷൻ ഇല്ല. ഇപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു, ഒരു എക്സ് ആക്സിലോ വൈ ആക്സിലോ എന്തോ ഒരു പ്ലെയിനിൽ കൂടി മൂവ് ചെയ്ത ഒബ്ജക്റ്റ് എന്ന കൺസെപ്റ്റ് മാത്രമേ നമ്മളിവിടെ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കോർഡിനേറ്റ് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യേണ്ട. നേരത്തെ ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതിൽ അവിടെ ആ ഒരു സിമ്പിൾ പെൻഡുലത്തിലാണെങ്കിൽ സിമ്പിൾ പെൻഡുലത്തിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, അതിന്റെ ആ ഒരു കൺസ്ട്രെയിന്റ് ഇത് കഴിഞ്ഞ ശേഷം കോർഡിനേറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു തീറ്റ വാല്യൂ ആയിരുന്നു. തീറ്റയ്ക്ക് വിത്ത് റെസ്പെക്ട് ആണ് ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓസിലേഷൻ അറിയാലോ, തീറ്റയ്ക്ക് വിത്ത് റെസ്പെക്ട് ആണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ കോർഡിനേറ്റ് സിസ്റ്റം, അതായത് ആ ഒരു മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ടേം എന്ന് പറയുന്നത് എന്ത് വെച്ചാണ്, തീറ്റ വെച്ചിട്ട്. അതായത് ഇത്ര ഡിഗ്രി മൂവ് ചെയ്തു, അല്ലെങ്കിൽ ഇത്ര നീങ്ങി, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ആർക്ക് ലെങ്ത് വെച്ച് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആർക്ക് ലെങ്തും തീറ്റ റിലേഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, തീറ്റയാണ് അവിടുത്തെ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യൂവിന്റെ വാല്യൂ ഇവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്, ഏത് വാല്യൂ എടുക്കണം എന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഷന്റെ കേസിൽ നമുക്കിപ്പോൾ ഇത് ഏത് ഡയറക്ഷനിലും ആവാം. ഓക്കെ, നമ്മൾ ഒരു ജനറലൈസ്ഡ് രീതി പറയുകയാണെങ്കിൽ വേണമെങ്കിൽ എക്സ് ആക്സിസിലാവാം, അല്ലെങ്കിൽ y ആക്സിസിലാവാം ആവാം, അല്ലെങ്കിൽ എന്താ z ആക്സിസിലാവാം, അല്ലെങ്കിൽ ഒരു 3 ഡയമെൻഷനിൽ നമ്മളിപ്പോൾ സ്പേസിൽ കൂടി ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, എയറിൽ കൂടി പോവാണ്. അപ്പോൾ ഇതെന്തും എക്സ് ആക്സിൽ ഒരു വാല്യൂ ഉണ്ടാവും, ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, y ആക്സിസിൽ ഒരു വാല്യൂ ഉണ്ട്, പ്രൊജക്ഷൻ കാരണം എന്ത് ചെയ്യാം, z ആക്സിൽ ഒരു വാല്യൂ വരാം. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, അവിടെ സ്റ്റഡി ചെയ്യുന്നത്. അടുത്ത കഴിഞ്ഞ ദിവസം പറഞ്ഞ ആറ്റോമിക് മെഷീനിൽ ഞാൻ എടുത്ത ആ ഒരു കോർഡിനേറ്റ് എന്ന് പറയുന്ന അവിടുത്തെ എക്സ് ആയിരുന്നു. കാരണം എന്താണ്, അതിപ്പോൾ ഒരു 1 ഡയമെൻഷണൽ മോഷൻ, ഇങ്ങനെ അപ്പ് ഡൗൺ മോഷൻ മാത്രമേ, നമ്മൾ ലിഫ്റ്റിന്റെ മോഷൻ പോലെ മുകളിലോട്ടും താഴോട്ടും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആ ഒരു ആറ്റോമിക് മെഷീനിൽ അതിന്റെ ആ ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്ട്രിംഗിൽ മാസ് എന്ത് ചെയ്യുന്നുള്ളൂ, മൂവ് ചെയ്യുന്നു, അപ്പ് ഡൗൺ മോഷൻ. അപ്പോൾ അതിന്റെ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1 ഡയമെൻഷൻ എന്ത് ചെയ്ത് റിസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്, എക്സ് മാത്രം എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം എങ്ങനെയാണ് നമ്മൾ ആ കോർഡിനേറ്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഏതാണോ നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഏതാണോ അതിന്റെ ആ ഒരു മോഷനെ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്, അതിനാണ് നമ്മൾ എന്ത് പറയുക, അവിടുത്തെ കോർഡിനേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ അത്രയും ഡീപ്പ് ചെയ്ത് ഇനി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കില്ല. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇക്വേഷൻ തന്നിട്ട് അതിന്റെ ലഗ്രാഞ്ച് കണ്ടുപിടിക്കാൻ അങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് നമുക്ക് അതിന്റെ ആൻസേഴ്സ് ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കിയ ശേഷം ഞാൻ പറയാതെ. അപ്പോൾ ഇപ്പോൾ എന്താ ഞാൻ ഈ പഠിപ്പിക്കുന്നതിന്റെ കാര്യത്തിൽ ഓർഡിന്റെ കോർഡിനേറ്റുകൾ എന്താണെന്ന് അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഈസി ആവും. അങ്ങനെ പഠിച്ചു വെച്ച് തന്നെ പോവുക. ചുമ്മാ വെറുതെ ഏതാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആക്കി വെക്കണ്ട. ഓക്കെ, എക്സ് എടുക്കണോ തീറ്റ എടുക്കണോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആക്കണ്ട. ജസ്റ്റ് ഇപ്പോൾ ഉള്ളത് എന്ത് ചെയ്യുക, അതുപോലെ അങ്ങ് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ആറ്റോമിക് മെഷീന്റെ ഇതിലും അതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന രീതിയിലാണ്. ദാറ്റ് ഈസ് ഡോ ടി ബൈ ഡോ ക്യൂ ഡോട്ട് ജെ എന്ന് കിട്ടി. മൈനസ് എന്ത് വരും, മൈനസ് ഡോ ടി ബൈ ഡോ ക്യൂ ജെ. ഓക്കെ, ഇവിടെ ഡോട്ട് ഇല്ല, ഇവിടെ ഡോട്ട് ഉണ്ട്, അതാണ് വ്യത്യാസം. ഈക്വൽ ടു എന്ത് കിട്ടും, നമുക്ക് ഇവിടെ ക്യൂ ജെ എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് ഈ ഒരു കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് വൈ ഇസഡ് ആക്സിസിൽ, എക്സ് ആക്സിൽ മൂവ് ചെയ്യാം, y ആക്സിൽ മൂവ് ചെയ്യാം, ഇസഡ് ആക്സിൽ മൂവ് ചെയ്യാം. അപ്പോൾ അതിന്റെ ആ ഒരു വെലോസിറ്റി കമ്പോണന്റ് ഇത് പൊസിഷൻ കമ്പോണന്റ് ആണ്, ഡിസ്പ്ലേസ്മെന്റ് കമ്പോണന്റ് ആണ്. എക്സ് ആക്സിൽ ഇത്ര യൂണിറ്റ്, y ആക്സിൽ ഇത്ര യൂണിറ്റ്, ഇസഡ് ആക്സിൽ ഇത്ര യൂണിറ്റ്. അപ്പോൾ ഇതൊക്കെ അതിന്റെ പൊസിഷൻ വെക്ടേഴ്സ് ആണ്. പൊസിഷൻ വെക്ടറിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, വെലോസിറ്റി കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പൊസിഷൻ കമ്പോണൻസിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വെലോസിറ്റി കമ്പോണന്റ് ആണ്.
ഇതാണ് അവിടുത്തെ പൊസിഷൻ കമ്പോണന്റ്. നമുക്കിനി എന്ത് ചെയ്യണം? നമുക്കിനി വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി കണ്ടുപിടിച്ച് 1/2 മാസ് ഇൻറ്റു വി സ്ക്വയർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അവിടുത്തെ കൈനറ്റിക് എനർജി കിട്ടുന്നത്. കൈനറ്റിക് എനർജി കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷനിലോട്ട് ലഗ്രാഞ്ചിയൻ ഫംഗ്ഷനിൽ കൊടുത്തതിന് ശേഷം ലഗ്രാഞ്ചിയൻ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം അവിടുത്തെ പൊസിഷൻ കോർഡിനേറ്റ് കണ്ടുപിടിച്ചു. 3 കോർഡിനേറ്റ് ഉണ്ട്. 3 കോർഡിനേറ്റിന് ഫസ്റ്റ് എന്ത് ചെയ്യുക? ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. ഇത് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ ആണ്. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഇതിന്റെ ഓരോ എക്സ് ഡോട്ട് എടുക്കുക. dx/dt, dy/dt, dz/dt. ഓക്കെ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്താണ്? വെലോസിറ്റി ആണ്. ഓക്കെ, എക്സ് ഡോട്ട് ഉണ്ട്, കോമ വൈ ഡോട്ട് ഉണ്ട്, കോമ ഇസഡ് ഡോട്ട്. മനസ്സിലായോ? എന്താണ് എല്ലാത്തിന്റെയും ഫസ്റ്റ് ഡെറിവേറ്റീവ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് മീൻസ് അവിടുത്തെ വിച്ച് വിൽ ബി ദ വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി കമ്പോണൻസ്. ഇനി ഒരു ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്താവും? ആക്സിലറേഷൻ ആയിട്ട് മാറും. നമുക്ക് അത് വേണ്ട. ഒരു ഡെറിവേറ്റീവ് ഞാൻ ഇപ്പോൾ നിർത്തുവാണ്. ഓക്കെ, എടുത്തു. അപ്പോൾ നമുക്കിവിടെ വെലോസിറ്റി കിട്ടി. ഇനി വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നേരെ നമുക്ക് കൈനറ്റിക് എനർജിയിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടി ആണ് കൈനറ്റിക് എനർജി റെപ്രസെന്റ് ചെയ്യുന്നത്. ടി വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടെ നിങ്ങളിപ്പോൾ ഒരു ഒബ്ജക്റ്റിലെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇതൊരു ഒറ്റ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ആണ് നമുക്കിപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഒറ്റ ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അതിന് ഒറ്റ മാസേ ഉള്ളൂ, ഒരു മാസേ ഉള്ളൂ. ഏത് പൊസിഷൻ കോർഡിനേറ്റ് നമ്മൾ നോക്കിയാലും ഒറ്റ മാസേ ഉള്ളൂ. അതിന് മാസത്തിന് വേറെ വേരിയേഷൻ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഇത് വെലോസിറ്റി. നമുക്ക് കൈനറ്റിക് എനർജി കെ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ്. ഓക്കെ, വെലോസിറ്റി സ്ക്വയർ ആണ്. അപ്പോൾ വിയുടെ കമ്പോണന്റ് ആണ് ഇവിടെ എന്ത് കിടക്കുന്നത്? നമുക്ക് എക്സ് ഡോട്ട് എന്നും വൈ ഡോട്ട് എന്നും ഇസഡ് ഡോട്ട് എന്നും ഒക്കെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ ഒരു എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് അടുത്ത് എന്ത് വരും? വൈ ഡോട്ട് സ്ക്വയർ വരും പ്ലസ് എന്ത് വരാം? ഇസഡ് ഡോട്ട് സ്ക്വയർ വരാം. ഓക്കെ, അപ്പോൾ ഇത്രയും എന്താണ്? അവിടുത്തെ വെലോസിറ്റി കമ്പോണൻസ് ആണ്. നമ്മൾ എന്ത് ചെയ്തു? എല്ലാ കോർഡിനേറ്റിനും അവിടെ ഒന്നിച്ച് സം ചെയ്ത് എടുത്തിരിക്കുന്നു. ഓക്കെ, അതാണ് അവിടുത്തെ റിസൾട്ടിന്റെ വെലോസിറ്റി കമ്പോണന്റ് എന്ന് പറയുന്നത്. നമുക്ക് ടിയുടെ വാല്യൂ ഇവിടെ ടി ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ പ്ലസ് ഇസഡ് ഡോട്ട് സ്ക്വയർ നമുക്ക് അവിടെ കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് ടി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പൊസിഷൻ കോർഡിനേറ്റ്. ഇതിലൊരു ഇപ്പോൾ എക്സ് ആക്സിസിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഡിപ്പെൻഡൻസ് അല്ലെ എന്ത്? ഡോ ടി ബൈ ഡോ എക്സ്, ഡോ ടി ബൈ ഡോ എക്സ്, ഡോ ടി ബൈ ഡോ വൈ നമുക്ക് എന്ത് ചെയ്യാം? പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യാം? എക്സ്പ്രസ് ചെയ്യാം. ഓരോ കോർഡിനേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ പാർഷ്യൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എക്സ്പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ എന്ത് ചെയ്യുക? നമ്മുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് ഡോ ടി ബൈ ഡോ എക്സ് എന്ന് കിട്ടാം. ഡോ ടി ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു ആണ് എക്സിന് വിത്ത് റെസ്പെക്ട് ടു വരുന്നത്, which is equal to dou t by dou y, which will be equal to dou t by dou z. Okay, equal to 0 എന്നിട്ട്. അപ്പോൾ ഇതില് ഇനി ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് ഡോ ടി ബൈ ഡോ എക്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഓക്കെ, ഡോ ടി ബൈ ഡോ എക്സ് കിട്ടി. ഡോ ടി ബൈ ഡോ എക്സ് അതായത് നമുക്കിപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു ക്യൂ ജെ കണ്ടില്ലേ? ഈ ഒരു വാല്യൂ. അപ്പോൾ ഇതാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ? ഈ ക്യൂ ജെ എന്ന് പറഞ്ഞ പകരം ക്യൂ ജെ എന്ന് പറഞ്ഞാൽ ക്യൂ ജെ എന്ന് വെച്ചാൽ എന്താ? ക്യൂ വൺ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ക്യൂ എക്സ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ്, ക്യൂ വൈ എന്ന് പറയുമ്പോൾ വൈ കോർഡിനേറ്റ്. അതായത് ജെക്ക് അവിടെ എക്സ് വൈ ഇസഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ജെക്ക് അവിടെ നമുക്ക് എക്സ് വൈ ഇസഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണെങ്കിൽ എന്ത് ചെയ്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഓരോന്നിന്റെ. ഓക്കെ, കോർഡിനേറ്റിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, ഡോട്ട് ഇല്ലാത്ത ഡെറിവേറ്റീവ്. ഓക്കെ, ഈ ഒരു ഡെറിവേറ്റീവ്. അപ്പോൾ അതെല്ലാം എന്താണ്? ഇതവിടെ എല്ലാം ഈക്വൽ ആണ്, ഈക്വൽ ടു 0 ആണ്. ഇനി അടുത്ത് നമുക്ക് ഫംഗ്ഷൻ എന്താണ് വേണ്ടത്? നമുക്ക് ഇതിനകത്തുള്ള ഒരു ഫംഗ്ഷൻ അവിടെ കണ്ടുപിടിക്കണം. പിന്നെ എന്ത് ചെയ്യുക? ക്യൂ ഡോട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ, അപ്പോൾ ക്യൂ ഡോട്ടിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടാം? ഇതാണ് ക്യൂ ഡോട്ട്, ഡോ ടി ബൈ ഡോ ക്യൂ ഡോട്ട് ജെ. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ഇവിടെ എഴുതാം ദാറ്റ് ഈസ് ഡോ ടി ബൈ ഡോ എക്സ് ഡോട്ട്. ഓക്കെ, അവിടെ നമ്മൾ നേരത്തെ കണ്ടത് ഡോ ടി ബൈ ഡോ ക്യൂ ഡോട്ട് ജെ എന്നാണ് കണ്ടത്. ഓക്കെ, ക്യൂ ഡോട്ട് ജെ. അപ്പോൾ ക്യൂ ഡോട്ട് ജെയുടെ ക്യൂ അവിടെ എക്സ് എന്താണ്? എക്സ് കോർഡിനേറ്റ്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞല്ലോ. ക്യൂ ഡോട്ട് ജെ അല്ലെങ്കിൽ ക്യൂ ജെ എന്ന് പറയുന്നത് എന്താണ്? ജനറലൈസ്ഡ് കോർഡിനേറ്റ്, ഏതോ ഒരു കോർഡിനേറ്റ് നമുക്ക് അറിയില്ല ഏതൊരു കോർഡിനേറ്റ്. അപ്പോൾ നമ്മൾ ഓരോ ഇക്വേഷൻ അനുസരിച്ച് എന്ത് ചെയ്യണം? ആ കോർഡിനേറ്റ് നമ്മൾ അവിടെ മാറ്റി കൊടുക്കണം. ഓക്കെ, നമ്മൾ ഏതാണ് നമ്മുടെ ആവശ്യം അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ കോർഡിനേറ്റുകൾ മാറ്റി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ആദ്യത്തെ ഇതിൽ ആവശ്യമുള്ള എന്താണ്? അവിടെ എക്സ് ഡോട്ടിന്റെ വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അവിടെ എക്സ് ഡോട്ട് എടുത്തു. അപ്പോൾ ഇവിടെ ഡോ ടി ബൈ ഡോ എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ടേംസ് എന്താവും? 0 ആയിട്ട് പോകും. ഓക്കെ, ബാക്കിയുള്ള ടേംസ് ഈ കാരണം അവിടെ നമുക്ക് എന്തിന്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്? വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സ് ഡോട്ടിന്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് അവിടെ വേണ്ടത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡോട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എക്സ് ഡോട്ട് ഇല്ല, ഇതെന്താവും? ഇത് അവിടെ 0 ടൈം ആവും. ഇതും എന്താവും? ഇതും അവിടെ 0 ടൈം ആവും. ബാക്കി പിന്നെ ഇത് മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും ഇത് രണ്ടും 0 ടേംസ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? വിച്ച് വിൽ ബി ഈക്വൽ ടു ഹാഫ് വരും എമ്മും കോൺസ്റ്റന്റ്, ഹാഫും എമ്മും കോൺസ്റ്റന്റ്. അത് നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. ഓക്കെ, അത് നമ്മൾ പുറത്തെടുത്തു. ബാക്കി എന്താ കിട്ടുന്നത്? ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ്
എക്സ് ഡോട്ട് സ്ക്വയർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ് 2x. ഓക്കെ, അപ്പോൾ 2x ഡോട്ട് എന്ന് കിട്ടും. ഓക്കെ, 2x ഡോട്ട് എന്ന് കിട്ടി. ദെൻ ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ 2ഉം ഈ 2 എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു എം എക്സ് ഡോട്ട് എന്ന് കിട്ടി. ഓക്കെ, എം എക്സ് ഡോട്ട്. ഇനി ഇതേ ഫംഗ്ഷൻ തന്നെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്കിപ്പോ എക്സ് ഡോട്ടിന് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി അടുത്ത് എന്തുണ്ട്, ഡോ ടി ബൈ ഡോ വൈ ഡോട്ട് ഉണ്ട്. ഓക്കെ, ഡോ ടി ബൈ ഡോ വൈ ഡോട്ട്. ഇവിടെ എന്ത് കിട്ടാം, ഇവിടെ നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ കിട്ടും. ഇതൊക്കെ എന്താവും, ഇത് ഈ ഒരു ടേം അവിടെ നമുക്ക് 0 ആവും, ഇതും എന്താവും, ഇതും അവിടെ 0 ആവും. ഓക്കെ, കോൺസ്റ്റൻസ് ഡെറിവേറ്റീവ് നമുക്ക് എന്താ 0 ആയിട്ട് പോവും, അത് രണ്ടും 0 ആയി. ബാക്കി എന്താ കിട്ടുന്നത്, ബാക്കിയിൽ ഇവിടെ ഈ ഒരു y ഡോട്ട് വിത്ത് റെസ്പെക്ട് y ഡോട്ട് ആണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ അത് മാത്രം, ആ ഒരു ഫംഗ്ഷൻ മാത്രം എന്ത് ചെയ്യും, അവിടെ പ്രസന്റ് ആയിരിക്കും. അപ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടുന്നത് എം y ഡോട്ട് എന്ന് കിട്ടും. ഓക്കെ, എം y ഡോട്ട്. അടുത്ത ടേം എന്താണ്, ദാറ്റ് ഈസ് ഡോ ടി ബൈ ഡോ ഇസഡ് ഡോട്ട്. എന്ത് ചെയ്യാം, എക്സും ഒയും ഒക്കെ പോയതിനു ശേഷം അവിടെ എം ഇസഡ് ഡോട്ട് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ പ്രസന്റ് ആവുന്നത്. കണ്ടോ, അപ്പൊ ഇത് നമുക്കിപ്പോ കിട്ടുന്ന ഓരോ ഫംഗ്ഷൻ ആയിട്ടാണ്, എന്താ പറയാ, അതായത് ഓരോന്നിനും ഡോ ടി ബൈ ഡോ എക്സ് നമുക്കിപ്പോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളിപ്പോ എടുക്കുന്ന ആ ഒരു ഒബ്ജക്റ്റ് 3 ഡയമെൻഷനാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 3 കോർഡിനേറ്റ് എടുത്തത്. ഇപ്പൊ അതിന്റെ മോഷൻ ഒറ്റ ഡയറക്ഷനിൽ മാത്രം, അല്ലെങ്കിൽ എക്സ് ആക്സിൽ മാത്രം ഒന്ന് റെസ്ട്രിക്ട് ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ മതി, എക്സിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു. നമ്മളെല്ലാം ഇവിടെ എടുക്കില്ലായിരുന്നു. ഓക്കെ, അതാണ് എടുക്കുന്നത്. അപ്പൊ ഇതിനി എന്ത് ചെയ്യാം, നമുക്കിവിടെ ഇതിന്റെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഡെറിവേറ്റീവ് ഫംഗ്ഷൻ നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. കാരണം നമുക്കിപ്പോ ഇക്വേഷൻ ഇതല്ലേ, ഇനി ഇവിടെ ഇക്വേഷൻ ഒന്നുകൂടി റീറൈറ്റ് ചെയ്യും. ഇവിടെ ദാറ്റ് ഈസ് ഡി ബൈ dt ഓഫ് ഡോ ടി ബൈ ഡോ എക്സ് ഡോട്ട് മൈനസ് ഡോ ടി ബൈ ഡോ എക്സ്. ഇത് നമ്മൾ എന്താണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്, ഇപ്പൊ നമുക്ക് ഇതൊരു ഫോഴ്സിന്റെ ഫംഗ്ഷൻ, അതായത് എഫ് ഓഫ് എക്സ്, എക്സ് കോർഡിനേറ്റിലുള്ള ഫോഴ്സിന്റെ ഫംഗ്ഷൻ ആണ് ഇത്. ഓക്കെ, അപ്പൊ ഇത് അവിടുത്തെ ഫോഴ്സിന്റെ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഡോ ടി ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഡോ ടി ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തു, ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഡോ ടി ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ ടി ബൈ ഡോ വൈ, ഡോ ടി ബൈ ഡോ ഇസഡ് എന്താണ് 0 ആണ്. അപ്പൊ ഈ ടേം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മൈനസ് ഈ ഒരു ടേം നമ്മൾ എന്ത് 0 ആയിട്ട് കൊടുത്തു, ഈ ഒരു ടേം ആണ് 0 ആയിട്ട് കൊടുത്തത്. is equal to f of x എന്നുണ്ട്. അടുത്ത വേണ്ടത് നമ്മുടെ എം എക്സ് ഡോട്ടിന്റെ വാല്യൂ ഉണ്ട്, ഡോ ടി ബൈ ഡോ എക്സ് ഡോട്ട് എന്ന് പറയുന്ന എം എക്സ് ഡോട്ട് ആണ്. ഇവിടെ എന്ത് ചെയ്യണം, ഡി ബൈ ഡി ടി ഓഫ്, ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ എക്സ് ഡോട്ടിന് പകരം എന്ത് കൊടുക്കാം, ഡോ ടി ബൈ ഡോ എക്സ് ഡോട്ടിന് പകരം നമുക്ക് അവിടെ എം എക്സ് ഡോട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, എം എക്സ് ഡോട്ട്. ഇപ്പൊ നമ്മളിവിടെ കൊടുത്ത ഫംഗ്ഷൻ നോക്കുക, ഇവിടെ കൊടുത്തതിൽ ഇത് എഫ് എക്സ് ആണ്. ഓക്കെ, എഫ് അല്ലെങ്കിൽ എന്താ പറയാ, ഫോഴ്സ് ഓൺ ദ എക്സ് ആക്സിസ് വിച്ച് ഈസ് ഈക്വൽ ടു, ഈ മൈനസ് 0 നമുക്ക് മാറ്റാമല്ലോ, മൈനസ് മാറ്റാം, ഡി ബൈ ഡി ടി ഓഫ് എം എക്സ് ഡോട്ട് എന്ന് കിട്ടി. ഓക്കെ, എം എക്സ് ഡോട്ട്. അപ്പൊ ഇവിടെ എം എന്താണ്, കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പോൾ എം ഞാൻ എന്ത് ചെയ്തു, പുറത്തെടുത്തു, എം ഞാൻ പുറത്തെടുക്കുവാണ്. ബാക്കി എന്തുണ്ട്, ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഡോട്ട്. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഡോട്ട് ഇതെന്തെന്ന് കിട്ടും, എം ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ട് എന്ന് കിട്ടും. എന്താണിത്, എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്ന അവിടുത്തെ പൊസിഷൻ ആയിരുന്നു. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് വെലോസിറ്റി ആണ്. അടുത്ത നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായിട്ട് മാറും, ഇത് ആക്സിലറേഷൻ ടേം ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ദാറ്റ് ഈസ് എം എ എന്ന് കിട്ടും. എന്ത് നേട്ടി, എഫ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു എം എ എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്, ഇതിപ്പോ ആ ഒരു ഫസ്റ്റ് കോർഡിനേറ്റിന്റെ കേസിലുള്ള ഇക്വേഷൻ നമുക്ക് എക്സ് ആക്സിന് എലോങ് ആയിട്ടുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് എഫ് എക്സ് ഈക്വൽ ടു എം എ എന്ന് കിട്ടി. അപ്പൊ ഇത് നമുക്കിപ്പോൾ ഒരു ജനറലൈസ്ഡ് കേസ് പറഞ്ഞാൽ നമ്മൾ എഫ് ഈക്വൽ ടു എം എന്ന് മാത്രമേ പറയാറുള്ളൂ. ഓക്കെ, ഒറ്റ മോഷൻ മാത്രമാണെങ്കിൽ. ഇപ്പൊ നമ്മൾ 3 കോർഡിനേറ്റോട് കൺസിഡർ ചെയ്തുകൊണ്ട് ഇനി എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ നിങ്ങൾ അടുത്ത് എന്ത് ചെയ്യുക, ഇനി ഇതിൽ നിന്ന് ഈ ഒരു എക്സ് ഡോട്ട് കൊടുത്തെടുത്ത് ഒയ് ഡോട്ട് കൊടുക്കുക, അടുത്ത് എന്ത് ചെയ്യുക, ഇസഡ് ഡോട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂസ് ഇവിടെ എഴുതാം. ഫസ്റ്റ് നമുക്ക് കിട്ടിയത് എഫ് എക്സ് ഈക്വൽ ടു എം, ഇങ്ങനെ എ എന്ന് എഴുതുന്നത് കേട്ടോ. കാരണം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നോർമൽ ഇക്വേഷൻ ഡി പി ബൈ ഡി ടി ഈക്വൽ ടു അങ്ങനത്തെ ആ ഒരു ഇക്വേഷനോട്ട് മാറുക. അത് ശരിക്കും ന്യൂട്ടൺ മെക്കാനിക്സിൽ വരുന്നതാണ് ആ ഒരു എ ആക്സിലറേഷൻ ടേം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആ ഒരു പൊസിഷന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആ ഒരു മീനിങ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അത് നമ്മൾ സാധാരണ ആക്സിലറേഷൻ അത് ഡി പി ബൈ ഡി ടി അങ്ങനെ കൊടുക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, എം വി കിട്ടും, അവിടെ എമ്മിന് നമ്മൾ ഡി ബൈ ഡി ടി കൊടുക്കുന്നു. ഓക്കെ, സോറി, എമ്മിനല്ല വിക്ക് നമ്മൾ ഡി ബൈ ഡി ടി കൊടുക്കും, ഡി വി ബൈ ഡി ടി. അപ്പൊ അത് നമുക്ക് ആക്സിലറേഷൻ ടൈം ആയിട്ട് വരാം. അപ്പൊ അത് ശരിക്കും ഒരു ജനറലൈസ്ഡ് കണ്ടീഷൻ ആണ്, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പൊ അത് ന്യൂട്ടണിയൻ മെക്കാനിക്സ് ആണ്. നിങ്ങൾ എഴുതി റിസൾട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഇവിടെ ഈ എ എന്ന് കൊടുക്കണ്ട, എന്ത് കൊടുത്താൽ മതി, എഫ് എസ് ഈക്വൽ ടു എം എക്സ് ഡോട്ട് ഡബിൾ ഡോട്ട് എന്ന് കൊടുക്കുക. അടുത്ത് എഫ് ഒ എന്തായിരിക്കും, ഇതുപോലെ ചെയ്യുന്ന സമയത്ത് എഫ് ഒ കിട്ടും, വിച്ച് വിൽ ബി ഈക്വൽ ടു എം ഇൻറ്റു വൈ ഡബിൾ ഡോട്ട്, വൈ ആക്സിന് അലോങ് ആയിട്ടുള്ള
ഫോഴ്സ്. ഓക്കെ, അടുത്ത് എഫ് ഇസഡ് എന്തായിരിക്കും? എഫ് ഇസഡ് വിച്ച് വിൽ ബി ഈക്വൽ ടു എം ഇസഡ് ഡബിൾ ഡോട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതേണ്ടത്. ഇനി ഇതിനെല്ലാം കൂടി കൺക്ലൂഡ് ചെയ്യാം. അതായത് നമുക്കറിയാലോ ഈ ആർ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ആർ എന്ന് പറയുന്നത് എന്തായാലും വിച്ച് വിൽ ബി ഈക്വൽ ടു ആർ ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് ഒ ഡബിൾ ഡോട്ട് പ്ലസ് ഇസഡ് ഡബിൾ ഡോട്ട്. ഓക്കെ, അപ്പൊ ഇത് എന്താണ് റിസൾട്ടന്റ് വെക്ടർ ആണ് ആർ എന്ന് പറയുന്നത്. അപ്പൊ ആർ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? ദാറ്റ് ഈസ് എഫ് ജനറൽ വിച്ച് വിൽ ബി ഈക്വൽ ടു എം ആർ ഡബിൾ ഡോട്ട്. ഇനി ഈ എം ആർ ഡബിൾ ഡോട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എം ആർ ഡബിൾ ഡോട്ട് നമുക്ക് വേണമെങ്കിൽ ആർ ഡബിൾ ഡോട്ട് അവിടെ നമുക്ക് എ എന്ന് കൊടുക്കാം. ഇതാണ് എന്ത് പറയുന്നത്? ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഓക്കെ, ദിസ് സിംപ്ലൈസ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഒരു ലഗ്രാഞ്ചിയൻ മെക്കാനിക്സ് യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രൂവ് ചെയ്യുന്നതല്ല ഡെഡ്യൂസ് ചെയ്യേണ്ടത്. പ്രൂഫ് അല്ല, ഡിഡക്ഷൻ ആണ്. അതായത് ന്യൂട്ടോണിയൻ ഇക്വേഷൻ ഫ്രം ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ. ഓക്കെ, ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ യൂസ് ചെയ്ത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് കൊണ്ടുവന്നു. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടോ? ഇതിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ പൊസിഷൻ കോർഡിനേറ്റ് എടുക്കുന്നുണ്ട്, പൊസിഷൻ 3 ആക്സിസ് എടുക്കുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ എന്ത് ചെയ്യാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. ദെൻ അതിന് എന്ത് ചെയ്യണം ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ നമ്മളിവിടെ പറഞ്ഞ പൊട്ടൻഷ്യൽ നമുക്കിവിടെ വരുന്നില്ല. എല്ലിന്റെ വാല്യൂ മാത്രമേ എല്ലിന്റെ ടി മാത്രമേ വരുന്നുള്ളൂ, മറ്റേ 0 ആയിട്ട് പോകും. പിന്നെ എന്ത് ചെയ്യുക ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുത്ത് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് അവിടെ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഓരോ കോർഡിനേറ്റിലെയും അല്ലെങ്കിൽ എക്സ് ഡയറക്ഷനിലെയും വൈ ഡയറക്ഷനിലെയും ഇസഡ് ഡയറക്ഷനിലെയും എം ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ട് എം ഇൻറ്റു വൈ ഡബിൾ ഡോട്ട് എം ഇൻറ്റു ഇസഡ് ഡബിൾ ഡോട്ട് എന്ന വാല്യൂസ് കൊടുക്കുക. റിസൾട്ട് എന്നിട്ട് എന്ത് ചെയ്യണം അതിനെല്ലാം സം ചെയ്തിട്ട് എം ആർ ഡബിൾ ഡോട്ട് എന്ന് കൊടുക്കുക. ആ ആർ ഡബിൾ ഡോട്ട് ആണ് എന്ത് പറയുന്നത്? അതാണ് ഇവിടുത്തെ ആക്സിലറേഷൻ. ഓക്കെ, അല്ല ഇവിടെ വെച്ച് ആക്സിലറേഷൻ ടേം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റാണ്. കാരണം ഇത് ഒരു കോർഡിനേറ്റിലെ മോഷൻ മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഓക്കെ, ഒരു ബോഡിയുടെ മോഷൻ ഒന്ന് നോക്കുമ്പോൾ അതിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടോ അവിടുത്തെ എല്ലാത്തിന്റെയും റിസൾട്ടിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ടോട്ടൽ ആക്സിലറേഷൻ അവിടെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു കോർഡിനേറ്റിൽ ആക്സിലറേഷൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇതാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എ എക്സ് എന്ന് പറയാൻ വേണമെങ്കിൽ എന്ത് പറയാം? ഇത് എ വൈ ആണ്, ഇത് എ ഇസഡ് ആണ്. ഇങ്ങനെ എന്ത് ചെയ്യും നമ്മളത് ഡിറൈവ് ചെയ്ത് കൊണ്ടെത്തിക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ഇതിൽ എൽ സി സർക്യൂട്ട്. ഓക്കെ, നിങ്ങൾ എൽ സി സർക്യൂട്ട് കഴിഞ്ഞ സെമ്മിൽ S3 പഠിച്ചതാണ്, ലാസ്റ്റ് ചാപ്റ്ററിൽ. ഓക്കെ, എൽ സി സർക്യൂട്ട് ആ ഒരു ചാപ്റ്ററിൽ എൽ സി ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു എൽ സി സർക്യൂട്ടിനെ നമുക്ക് എങ്ങനെ ഇതിൽ ഡിറൈവ് ചെയ്യാൻ നോക്കാം. സിമ്പിൾ ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, നേരത്തെ കൈനറ്റിക് എനർജി ഇക്വലന്റ് ഒരു ടേം കാണും, പൊട്ടൻഷ്യൽ എനർജിക്ക് ഇക്വലന്റ് ഒരു ടേം കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ടേംസിനെ അവിടെ കൈനറ്റിക് എനർജി ടേം ആയിട്ടും പൊട്ടൻഷ്യൽ എനർജി ടേം ആയിട്ടും കൺസിഡർ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ കൊടുക്കും, ഡെഡ്യൂസ് ചെയ്തെടുക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിനകത്ത്. മെയിൻലി ഒന്നാമത്തെ പോയിന്റ് ആദ്യം നിങ്ങൾ അതിന്റെ കോർഡിനേറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ കറക്റ്റ് അറിഞ്ഞിരിക്കുക. അടുത്ത് എന്ത് ചെയ്യുക അതിന് ആ ഒരു അതിലെ പൊട്ടൻഷ്യൽ എനർജി ടേം ഏതാണ്, കൈനറ്റിക് എനർജി ടേം ഏതാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്താൽ മതി, രണ്ടും അവിടെ ഡിഫറൻസ് എടുത്തതിന് ശേഷം ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ കൊടുത്ത് ഡെറിവേറ്റീവ്സ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താവും ആ ഒരു ഇക്വേഷൻ അവിടെ ആവും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഇല്ല. കാരണം നമുക്ക് കോർഡിനേറ്റ് നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ, കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് കാര്യമൊന്നുമല്ല, സിമ്പിൾ ആയിട്ട് എഴുതി പോകാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഒരു എൽ സി സർക്യൂട്ട് നമുക്ക് നോക്കാം. എൽ സി സർക്യൂട്ട്. അപ്പോൾ എൽ സി സർക്യൂട്ട് അറിയാലോ. എൽ സി സർക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഇൻഡക്ടർ ഉണ്ടാവും, പിന്നെ എന്ത് വരും, ഒരു കപ്പാസിറ്റർ വരും. നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് എന്തിട്ടുണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചാർജിങ് ഡിസ്ചാർജ് ഫിഗർ ഒന്നും വേണ്ട, ഫിഗർ വേണ്ട, ജസ്റ്റ് വരയ്ക്കുന്നതേ ഉള്ളൂ. എക്സാമിനേഷന് പറ്റുവാണെങ്കിൽ ഫിഗർ വരയ്ക്കുക, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, ഒരു സ്വിച്ച് ഒരു കീയും കൂടി നമ്മൾ കണക്ട് ചെയ്തു. ആദ്യം ഇവിടെ നമ്മൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യും, ചാർജ് ചെയ്തിട്ട് എന്ത് ചെയ്യും അടുത്ത് നമ്മൾ ഓസിലേഷൻസിന് വേണ്ടി അങ്ങോട്ട് എന്ത് ചെയ്യും സ്വിച്ചിന് ഇങ്ങോട്ട് മാറ്റി കൊടുക്കും. 2 വേ സ്വിച്ച് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിന്റെ വർക്കിംഗ് അറിയാലോ. വർക്കിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ബാറ്ററി സോഴ്സിൽ നിന്ന് നേരെ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും. ചാർജ് ചെയ്തിട്ട് എന്ത് ചെയ്യും ബാറ്ററി സോഴ്സിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യും കപ്പാസിറ്ററിനെ ഇൻഡക്ടറിനായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ കപ്പാസിറ്റർ അതിന്റെ ചാർജിങ് ഫീൽഡിലും അതുപോലെ തന്നെ ഇൻഡക്ടർ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിലും എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ചാർജസ് എന്ത് ചെയ്യും സ്റ്റോർ ചെയ്ത് അങ്ങനെ ഒരു ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നോർമലി ഒരു ഐഡിയൽ കണ്ടീഷനിലാണെങ്കിൽ എന്ത് ചെയ്യും ഓസിലേഷൻസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് ആയിട്ട് അവിടെ ഒരു ഇങ്ങനെ ഒരു ഓസിലേറ്റർ ആയിട്ട് ഇതിനെ ആക്ട് ചെയ്യിപ്പിക്കും. ഇതൊരു ഐഡിയൽ കണ്ടീഷൻ. പക്ഷെ എന്തെല്ലാം ഐഡിയൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. ഇതിനകത്ത് എന്ത് ചെയ്യും ലോസസ് ഉണ്ടാവും. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലോസും ഇതിനകത്ത് ഡയലക്ട്രിക് ലോസ് ഒക്കെ വരും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യും ഇതിനകത്ത് ഓസിലേഷൻസ് എന്ത് ചെയ്യും ഇങ്ങനെ ഡാമ്പ് ചെയ്ത് പോകും. ഇതാണ് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് LCR ഓസിലേഷൻസിലെ ഡാമ്പിംഗ് കണ്ടീഷൻ ഇതാണ്. ഇനി അടുത്ത നിങ്ങൾ S5 പോകുന്ന സമയത്ത് ഇതേപോലെ സർക്യൂട്ടിന് ഡാമ്പിംഗ് ഇല്ലാതെ നമുക്കൊരു നിങ്ങൾ ഇൻവെർട്ടർ കണ്ടിട്ടുണ്ടല്ലോ, ഇൻവെർട്ടർ സർക്യൂട്ട് ഒക്കെ. ഇൻവെർട്ടർ എന്താണ് AC-യെ DC ആക്കി മാറ്റി, സോറി DC-യെ AC ആക്കി മാറ്റാണ് ഇൻവെർട്ടർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലൊക്കെ എന്താ ഇതുപോലത്തെ ഓസിലേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മൾ നോർമൽ DC സിഗ്നൽസിനെ എന്താക്കി മാറ്റുന്നത് അവിടെ
ഒരു സൈൻ വേവ് ആക്കി മാറ്റി നമുക്ക് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക എങ്ങനെ നമുക്ക് ഈ ഒരു ഡാമ്പിംഗ് ഇല്ലാതെ സ്റ്റഡി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് SIയിൽ ഇലക്ട്രോണിക്സിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് അത് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു പോയത്. ഓക്കെ, അപ്പോൾ ഇതിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു. കപ്പാസിറ്റർ ചാർജ് എന്ത് ചെയ്യാം? കപ്പാസിറ്റർ ചാർജ് നമുക്കിവിടെ Q എന്ന് പറയാം. ഓക്കെ, Q ആണ് കപ്പാസിറ്ററിന്റെ ചാർജ്. അപ്പോൾ അവിടെ ശരിക്കും ഇതിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോർഡിനേറ്റ് എന്ന് പറയാൻ പറ്റുന്നത് നമുക്ക് ഈ ചാർജ് ആണ്. ഓക്കെ, ഇതിന്റെ കേസിൽ ഇവിടുത്തെ ജനറേറ്റഡ് കോർഡിനേറ്റ് Q ആണ്. അപ്പോൾ ഈ Q എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ QJ ആ Q അല്ല, ഇത് ഇവിടുത്തെ കപ്പാസിറ്റർ ചാർജ് Q ആണ്. അല്ലെങ്കിൽ എന്ത് പറയും, ഇതിനകത്തുള്ള ചാർജ് Q ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ മാറിപ്പോലെ നമ്മൾ ജനറേറ്റഡ് കോർഡിനേറ്റിന് QJ എന്ന് കൊടുക്കുമായിരുന്നു. ഈ Q എന്താണ്, ഇത് ഇവിടുത്തെ ചാർജ് ആണ്. ഓക്കെ, ചാർജ് ഈ ഒരു കേസിൽ Q അവിടുത്തെ ചാർജ് ആണ്. അപ്പോൾ നമുക്ക് വേറൊരു ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല Q ചാർജിന്, അതാണ് Q എന്ന് തന്നെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, Q എന്ന് കൊടുക്കുകയാണ്. അടുത്ത് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ആദ്യം എന്ത് ചെയ്യാണ്, ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്ന സമയത്ത് കപ്പാസിറ്റർ എന്ത് ചെയ്യും, ഒരു പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അതിനകത്ത് സ്റ്റോർ ചെയ്യും. അപ്പോൾ കപ്പാസിറ്റൻസ് C ആയിരിക്കും, ഒരു കപ്പാസിറ്റൻസ് C ആയിരിക്കും, ഇൻഡക്റ്റൻസ് L ആയിരിക്കും. ഓക്കെ, ഇൻഡക്റ്റൻസ് L ആണ്. ദെൻ ഇതിനകത്ത് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു കേസിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട്, ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ഈ കപ്പാസിറ്റർ ആണ് സ്റ്റോർ ചെയ്യുന്നത്. ആദ്യം ഇവിടെ ഈ സ്വിച്ചിങ് ഓൺ ചെയ്യുന്നു, കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, ചാർജ് ചെയ്യുന്നു. അപ്പോൾ ചാർജ് ചെയ്ത സമയത്ത് അവിടെ സ്റ്റോർ ചെയ്യപ്പെട്ട എനർജി Q²/2C. ഓക്കെ, Q²/2C എന്താണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ടേം ആണ്. ഓക്കെ, Q²/4C അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ടേം ആണ്. അടുത്ത് അതവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഒരു കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുവാണ്. അടുത്ത നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇവിടെ L എന്ന് പറയുന്ന ഇൻഡക്റ്റൻസ്, ഓക്കെ, L എന്ന് പറയുന്ന ഇൻഡക്റ്റൻസ് നമ്മൾ ഈ ഒരു കീ എന്ത് ചെയ്യും, മാറ്റി കണക്ട് ചെയ്യും, ഇങ്ങോട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഈ ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇതിനകത്താണ് ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കൈനറ്റിക് എനർജി ടേം KE ടേം എന്ന് പറയുന്നത് ശരിക്കും ആ ഇൻഡക്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അത് നമുക്ക് എങ്ങനെ എടുക്കാം, ദാറ്റ് ഈസ് ½ Li² എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് നിങ്ങൾ കാണാമെങ്കിൽ പഠിച്ചു, ഇത് കപ്പാസിറ്റർ ചാർജിങ് ഇക്വേഷൻ, ഇത് അവിടുത്തെ ഇൻഡക്റ്റൻസിന്റെ കറണ്ട് ഇക്വേഷൻ S3 പഠിച്ചതാണ്. ഇപ്പോൾ നമുക്ക് അത് ഓർത്തിരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇക്വേഷൻസ് മാത്രമെങ്കിലും അവിടെ ഓർത്ത് വെക്കുക, നിങ്ങൾ ഡെറിവേറ്റ് ചെയ്യണമെങ്കിൽ വേണ്ടല്ലോ. അപ്പോൾ ഇക്വേഷൻസ് മാത്രം അവിടെ നോക്കി വെച്ച് വെക്കുക. അപ്പോൾ അത് നമുക്ക് L ഇൻഡക്റ്റൻസ് ആയിരിക്കും. ഓക്കെ, L എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ആണ്, ആൻഡ് I എന്തായിരിക്കും, അത് അവിടുത്തെ കറണ്ട് ആണ്. ഓക്കെ, ഇത്രയാണ് ഇവിടെ വരുന്നത്. ഇത് ശരിക്കും നമുക്കൊരു കൈനറ്റിക് എനർജി ടേമിന്റെ അനലോഗസ് അല്ലേ, കാരണം നമ്മൾ ½ mv² എന്ന് പറയുന്ന പോലെ V എന്ന് വെച്ചാൽ അവിടുത്തെ വെലോസിറ്റി. ഇവിടുത്തെ ഒരു മൂവിങ് എന്ന് പറയാം, നമുക്ക് ഇവിടെ I എന്ന് പറയും, കറണ്ട് ആണെങ്കിൽ ഒരു മൂവ്സ്. അപ്പോൾ വെലോസിറ്റിക്ക് ഇക്വലന്റ് ആയിട്ട് കറണ്ട് ഉണ്ട്, M മാസിന് ഇക്വലന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ഇൻഡക്റ്റൻസ് ടേം വരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു മീനിങ് നമ്മൾ എടുക്കുന്നത്, നമുക്കല്ലാതെ വേറെ മാസ് റിലേഷൻ അത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വലന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, ഇത് അവിടുത്തെ കൈനറ്റിക് എനർജിക്ക് അനലോഗസ് ആണ്. ഓക്കെ, കൈനറ്റിക് എനർജിക്ക് നമുക്ക് അവിടെ അനലോഗസ് ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. കറണ്ട് I is equal to dQ/dt. ഇത് അറിയാം, നിങ്ങൾ ഇതൊക്കെ S3 പഠിച്ചു, ലാസ്റ്റ് കഴിഞ്ഞ സെമ്മിൽ പഠിച്ച കാര്യം തന്നെയാണ്. കറണ്ട് I എന്ന് പറയുന്നത് എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ആണ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ Iക്ക് പകരം ഇത് കൊടുത്താൽ മതിയല്ലോ, ദാറ്റ് ഈസ് Q ഡോട്ട് എന്ന് കണ്ടോ, കറണ്ടിന് പകരം ഞാൻ Q ഡോട്ട് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ കൈനറ്റിക് എനർജി ടേം എന്തായിട്ട് മാറും, കൈനറ്റിക് എനർജി എനിക്ക് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റി, ചാർജിന്റെ ടേംസിലോട്ട് മാറ്റാൻ പറ്റി. അതായത് dQ/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ആണ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് എന്ത്, കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇക്വേഷൻ മാറ്റി എഴുതി, ½ L × Q.². ഓക്കെ, Q.² എന്ന് മാറ്റി, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് എന്താണ് ചെയ്തത്, Iക്ക് പകരം dQ/dt എന്ന് കൊടുത്തു, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കിവിടെ പൊട്ടൻഷ്യൽ എനർജി ടേമുമായി കൈനറ്റിക് എനർജി ടേമും ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ L ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം, ഈ Q എന്ന് പറയുന്ന ചാർജ് ആണ്, ഈ L എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഡക്റ്റൻസ് ആണ്. ഓക്കെ, ഇൻഡക്റ്റൻസ്. അപ്പോൾ നമുക്ക് ഈ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ നമുക്കറിയാം. ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് d/dt ഓഫ് ∂L/ ഇവിടുത്തെ ജനറേറ്റഡ് കോർഡിനേറ്റ്, ഇവിടുത്തെ കോർഡിനേറ്റ് ആണ് Q ഡോട്ട്, ചാർജ് ആണ് ഇവിടുത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത്, മൈനസ് ∂L/∂Q. ഓക്കെ, വിച്ച് വിൽ ബി ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇവിടെ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ L is equal to എന്ത് കിട്ടും, L is equal to T minus V ആണ്, which is equal to, we are getting ½ L × Q.² minus Q²/2C. ഓക്കെ, Q²/2C. എന്ത് ചെയ്യണം, നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു Q ഡോട്ടിന് ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, ∂L/Q ഡോട്ട്, Q ഡോട്ടിന് എങ്ങനെ ഡെറിവേറ്റീവ് എടുക്കും, Q ഡോട്ട് ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ഈ ഒരു ടേം എന്തായിട്ട് പോകും, ഇവിടെ കണ്ട, ഇവിടെ Q ഡോട്ടിന്റെ ഫംഗ്ഷൻസ് ഒന്നുമില്ല.
ഇതിനകത്ത് നമുക്ക് ക്യൂ ഡോട്ടിന്റെ ഒരു ഫംഗ്ഷൻ വരുന്നില്ല. അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് പോലെ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. ഇത് എന്തായിട്ട് മാറും? ഇത് നമുക്ക് അവിടെ 0 ടേം ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അവിടെ 0 ടേം ആയിട്ട് മാറി. ബാക്കി നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അത് ഹാഫ് ഇൻറ്റു എൽ അവിടെ അതുപോലെ വരും, എൽ വരും. ക്യൂ ഡോട്ട് അല്ലേ, വിത്ത് റെസ്പെക്ട് ക്യൂ ഡോട്ട് ആണ്, ക്യൂ ഡോട്ട് എന്ന് വരും. അപ്പൊ ഈ ടു എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ദിസ് വിൽ ബി ഈക്വൽ ടു എൽ ക്യൂ ഡോട്ട് എന്ന് മാറി. ഓക്കെ, എൽ ക്യൂ ഡോട്ട് എന്തിന്റെ വാല്യൂ നമുക്ക് ഇവിടെ ഇതിന്റെ വാല്യൂ കിട്ടിയത്. ഓക്കെ, എൽ ക്യൂ ഡോട്ട്. അതുപോലെ തന്നെ ഡോ എൽ ബൈ ഡോ ക്യൂ നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, ഡോ എൽ ബൈ ഡോ ക്യൂ. ഡോ എൽ ബൈ ഡോ ക്യൂ എടുക്കുന്ന സമയത്ത് ഈ ടേം എന്താവും? ഇത് അവിടെ 0, കാരണം ഇതിന് നമുക്ക് എന്തിന്റെ ഫംഗ്ഷൻ ഇല്ല? ക്യൂവിന്റെ ഫംഗ്ഷൻ ഇല്ല. ഇത് ക്യൂ ഡോട്ടിന്റെ ഫംഗ്ഷൻ ഉണ്ടാവും. ക്യൂ ഡോട്ടിന്റെ ഫംഗ്ഷൻ ഇവിടെ നമുക്ക് ക്യൂവിന്റെ ഫംഗ്ഷൻ നമുക്കിവിടെ വരുന്നില്ല. അപ്പൊ ഇത് നമുക്ക് എന്താ 0 ആയിട്ട് പോകും. ബാക്കി നമുക്കിവിടെ വരുന്ന എന്ത് ടേം ആണ്? ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ക്യൂ സ്ക്വയർ ബൈ ക്യൂ സി. ഓക്കെ, ക്യൂ സ്ക്വയർ ബൈ ക്യൂ സി. അപ്പോൾ ഹാഫ് സി നമുക്ക് ഹാഫ് 1 ബൈ ക്യൂ സി നമുക്ക് ഇങ്ങോട്ട് പുറത്തെടുക്കാം. ബാക്കി എന്താ കിട്ടുന്നത്? ഇവിടെ നമുക്ക് ക്യൂ സ്ക്വയർ ഉണ്ട്. ക്യൂ സ്ക്വയർ ഡെറിവേറ്റീവ് 2q. ഓക്കെ, 2q. ഒരു മൈനസ് കൂടി ഉണ്ട് കേട്ടോ. മൈനസ് വിച്ച് വിൽ ബി ഈക്വൽ ടു മൈനസ് ക്യൂ ബൈ സി എന്ന് കിട്ടും. കണ്ടോ? നമുക്ക് ഫസ്റ്റ് ഒരു ഡെറിവേറ്റീവ് കിട്ടി, ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് കിട്ടി, എൽ ക്യൂ ഡോട്ട് ആണ്. അതുപോലെ തന്നെ ഡോ എൽ ബൈ ക്യൂ കിട്ടി, അത് മൈനസ് സി ആണ്. ഇനി ഒരു ഡെറിവേറ്റീവ് നമുക്ക് എന്ത് ചെയ്യണം? അവിടെ എടുക്കണം. അത് ഇവിടെ കൊടുത്താൽ മതി. ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് കേട്ടോ. ഇതിനടുത്ത് ഇവിടെ കൊടുക്കുക, ഇതിനടുത്ത് എന്ത് ചെയ്യുക? ഇവിടെ കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത് കിട്ടുന്നത് ദാറ്റ് ഇസ് ഡി ബൈ ഡി ടി ഓഫ് ഡോ ക്യൂ ഡോട്ട് മൈനസ്, ഇവിടെ എന്താ വരുന്നത്? മൈനസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട് ഇക്വേഷനിൽ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, രണ്ടും കൂടി എന്താവും? പ്ലസ് ആയിട്ട് മാറും. പ്ലസ് ക്യൂ ബൈ സി വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇനി ഡെറിവേറ്റീവ് ഇവിടെ വേറെ സിംപ്ലിഫിക്കേഷൻ വേണ്ട, ഇതിനകത്ത് ഡെറിവേറ്റീവ് ആദ്യം കൊടുത്താൽ മതി. അത് എന്തായിട്ട് മാറും? അത് ഇതിപ്പോ ക്യൂ ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? ക്യൂ ഡോട്ട് എന്ന് പറയുന്നത് ഡി ക്യൂ ബൈ ഡി ടി ആണ്. അപ്പോൾ വീണ്ടും ഒരു ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ഡി ബൈ ഡി ടി ഓഫ് ക്യൂ ഡോട്ട് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? അത് ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ എന്നായിട്ട് മാറും. അപ്പോൾ ഇവിടെ എൽ പുറത്തെടുക്കാം, എൽ ഇൻറ്റു ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ. ഓക്കെ, പ്ലസ് ക്യൂ ബൈ സി ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? പിന്നെ ഒന്നുകൂടി മാറ്റി എഴുതാമല്ലോ. എൽ ഇൻറ്റു ക്യൂ ഡബിൾ ഡോട്ട് പ്ലസ് ക്യൂ ബൈ സി ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതിനെ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് ദ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഫോർ എൽ സി സർക്യൂട്ട്. ഓക്കെ, എൽ സി സർക്യൂട്ടിൽ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ ഡെറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിമ്പിൾ ഡെറിവേഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല. എടുക്കുന്ന ഫാക്ടേഴ്സ് അറിഞ്ഞിരിക്കുക, അത് കാണാതെ പഠിച്ചാൽ മതി. ക്യൂ സ്ക്വയർ ബൈ ക്യൂ സി ആണ് പൊട്ടൻഷ്യൽ എനർജി ടേം. അത് പൊട്ടൻഷ്യൽ എനർജി ടേം കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്നു. മറ്റേത് ആ ഒരു ഡിസ്ചാർജിങ് സമയത്ത് എന്ത് ചെയ്യണം? അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു മോഷൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്, അതിനൊരു കൈനറ്റിക് എനർജി ടേം ആയിട്ട് ഇവിടെ എടുത്തു. ഓക്കെ, അത്രേ അവിടെ വരുന്നുള്ളൂ, ഹാഫ് എൽ ഐ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട്. എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ് എടുക്കുക, ഡെറിവേറ്റീവ് ക്യൂ ഡോട്ടിന് റെസ്പെക്റ്റീവ് എടുക്കുക, ക്യൂവിന് റെസ്പെക്റ്റീവ് എടുക്കുക, എന്നിട്ട് ഡി ബൈ ഡി ടി ക്യൂ ഡോട്ട് ചെയ്യുക. ഓക്കെ, അതേ വരുന്നുള്ളൂ. എൽ ഇൻറ്റു ക്യൂ ഡബിൾ ഡോട്ട് പ്ലസ് ക്യൂ ബൈ സി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് നമുക്ക് ഇനി എന്ത് ചെയ്യും? സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷൻ കൊടുത്തതിന് ടൈം പീരീഡ് ബാക്കി ഡിറ്റർമിൻ ചെയ്യാം. അപ്പോൾ അങ്ങോട്ട് പോകണ്ട, ജസ്റ്റ് നിർത്തിയാലും മതി. ഓക്കെ, അപ്പോൾ ഇതാണ് എൽ സി സർക്യൂട്ടിന്റെ കേസിൽ വരുന്നത്. ഇനി ഇതിൽ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് പഠിക്കാനുള്ള, അത് കോമ്പൗണ്ട് ബാർ പെൻഡുലം ആണ്. ഓക്കെ, നമുക്ക് ആ കോമ്പൗണ്ട് ബാർ പെൻഡുലം കൂടി നോക്കിയതിന് ശേഷം ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നത് എന്താണ്? ന്യൂട്ടൺ ലോ ഡിസ്കസ് ചെയ്തു, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഡിസ്കസ് ചെയ്തു, ഇക്വേഷൻ ഓഫ് മോഷൻ. സെക്കൻഡ്ലി ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ദാറ്റ് ഈസ് ദ എൽ സി സർക്യൂട്ട് ആണ്. ഓക്കെ, എൽ സി സർക്യൂട്ട്. മൂന്നാമതായിട്ട് നമുക്ക് നോക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്ന ദാറ്റ് ഈസ് കോമ്പൗണ്ട് പെൻഡുലം. ഓക്കെ, കോമ്പൗണ്ട് പെൻഡുലം. ഓക്കെ, കോമ്പൗണ്ട് പെൻഡുലം. കോമ്പൗണ്ട് പെൻഡുലം അറിയാം, നമ്മൾ S1 പഠിച്ച കേസാണ്. നമ്മൾ ആ ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യയൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ അവിടെ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു കോമ്പൗണ്ട് ബാർ പെൻഡുലം ഇവിടെ സി എന്ന് പറയുന്നത് സെന്റർ ഓഫ് സസ്പെൻഷൻ ആണ്, സെന്റർ ഓഫ് സസ്പെൻഷൻ. ആൻഡ് ജി എന്ന് പറയുന്നത് അവിടുത്തെ സെന്റർ ഓഫ് മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. ഓക്കെ, സെന്റർ ഓഫ് മാസ് ആണ് ജി എന്ന് പറയുന്നത്. നമ്മളൊരു എഫക്റ്റീവ് ഡിസ്റ്റൻസ് ഈ ഒരു സിയിൽ നിന്ന് ജിയിലോട്ട് വരയ്ക്കുവാണ്. ഓക്കെ, അപ്പോൾ ഡൗൺവേർഡ് എന്ത് ചെയ്യാം? ആ ഡൗൺവേർഡിലാണ് ആ ഒരു മാസ് എം ജി എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത് ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം എന്ത് ചെയ്യാം? അവിടെ ഒരു എം ജി എന്ന ഫോഴ്സ് എന്ത് ചെയ്യും? ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോർമലി ഇതല്ല എന്റെ സെന്റർ ഓഫ് സസ്പെൻഷൻ. അപ്പോൾ ഇത് ഓസിലേഷൻ ടൈമിലാണ് എന്ത് ചെയ്തത്? ജി എന്ന് പറഞ്ഞ പോയിന്റ് അല്ല, സോറി, ഈ ഒരു അങ്ങോട്ട് മൂവ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ആ ഒരു ഓസിലേഷൻ നമ്മൾ സാധാരണ സിമ്പിൾ പെൻഡുലത്തെ കേസിൽ കാണിച്ച പോലെയാണ്. അപ്പോൾ നോർമലി ഇതിന്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്ട്രെച്ചിങ് ആണ് നിൽക്കേണ്ടത് നോർമൽ സമയത്ത്. ഇപ്പോൾ ഓസിലേഷൻ നിൽക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഗ്രാവിറ്റി ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി മൂവ് ചെയ്ത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു ആംഗിളിനെ ഞാൻ ഇവിടെ തീറ്റ എന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. തീറ്റ ആംഗിൾ മാർക്ക് ചെയ്തു. ആൻഡ് ഇവിടുത്തെ ഈ ഒരു പോയിന്റ് ഞാൻ ഡി എന്ന് മാർക്ക് ചെയ്യുവാണ്. ഓക്കെ, ഒരു പോയിന്റ് അവിടെ
ബി ആണ്. ഇതിന്റെ ലെങ്ത് ഒരു ഡിസ്റ്റൻസ്, അതായത് നമ്മുടെ സെന്റർ ഓഫ് സസ്പെൻഷന് സെന്റർ ഓഫ് മാസ് എന്നുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെ എന്ത് ചെയ്തു, എൽ എന്ന് മാർക്ക് ചെയ്തു. അപ്പൊ ഇത്രയാണ് നമുക്ക് ആ ഒരു ഫിഗറിലൂടെ വരുന്നത്. അപ്പോൾ കോമ്പൗണ്ട് പാർ പെൻഡിലൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഫിഗർ അവിടെ വരയ്ക്കുക, എന്നാലേ നമുക്ക് അത് എഴുതി വരുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ നേരത്തെ പോലെ തന്നെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ് എടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്കിവിടെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടുത്തെ കൈനറ്റിക് എനർജി എല്ലാം എന്തിന്റെ ടേംസ് ആയിരിക്കും, മൊമെന്റ് ഓഫ് ഇനർഷ്യ ടേംസ് ആയിരിക്കും. കാരണം ഇതെന്താണ്, സർക്കുലർ മോഷൻ ആണ്. ഓക്കെ, ആംഗുലർ മോഷൻ ആണ്. അപ്പൊ ആംഗുലർ മോഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ ഓഫ് ദ ഫോം മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ടേംസിലായിരിക്കും വരുന്നത്. അപ്പൊ ആദ്യം ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിറ്റർമിൻ ചെയ്യുക. ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ സാധാരണ പാരലാക്സ് തിയറം യൂസ് ചെയ്താണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഡിറ്റർമിനേഷൻ ഒന്നും വേണ്ട, ഐ ഈസ് ഈക്വൽ ടു I0 പ്ലസ് എം എൽ സ്ക്വയർ എന്ന് കൊടുത്താൽ മതി. എൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലെങ്ത് ആണ്. ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത് നമുക്ക് അവിടെ വിച്ച് വിൽ ബി ഈക്വൽ ടു എം കെ സ്ക്വയർ. കെ അവിടുത്തെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്, പ്ലസ് എൽ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം അവിടെ കൊടുക്കാം. നമ്മൾ ഐ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ആ ഒരു ഇക്വേഷൻ ആയാലും നോക്കി വെച്ചാൽ മതിയാവും കേട്ടോ. ആ ഒരു ഇക്വേഷൻ അവിടെ പഠിച്ചു വെച്ചിരിക്കുക. എൽ അവിടുത്തെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് സസ്പെൻഷൻ ആൻഡ് സെന്റർ ഓഫ് മാസ്, സി മുതൽ ജി ഡിസ്റ്റൻസ് ആണ് എൽ എന്ന് പറയുന്നത്, എഫക്റ്റീവ് ഡിസ്റ്റൻസ്. കെ അവിടുത്തെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആയിരിക്കും. ആൻഡ് ഇവിടെ അറ്റ് എ ടൈം ടിയിൽ തീറ്റ ആംഗുലർ വേരിയേഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വരും. ഓക്കെ, തീറ്റ ആംഗുലർ വേരിയേഷൻ ആണ് തീറ്റ കാണിച്ചിരിക്കുന്നത്. തീറ്റ ആംഗുലർ വേരിയേഷനിലാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓസിലേഷൻ അല്ലേ. അപ്പോൾ തീറ്റ ആംഗുലർ വേരിയേഷൻ ആണ് എന്തിനാ അവിടെ വരുന്നത്, അതാണ് അവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, തീറ്റ. ഓക്കെ, ആൻഡ് ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ടി ബി ഈക്വൽ ടു, അപ്പോൾ നമുക്ക് സാധാരണ കൈനറ്റിക് എനർജി ടേം എന്താണ്, ഹാഫ് ഇൻറ്റു എം ബി സ്ക്വയർ. ഓക്കെ, ഹാഫ് ഇൻറ്റു എം ബി സ്ക്വയർ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ലീനിയർ മോഷൻ കേസിലാണ് എന്ത് ചെയ്യുന്നത്, എം മാസ് എടുക്കുന്നത്. ആംഗുലർ മോഷൻ ആണെങ്കിൽ മാസിന് ഇക്വലന്റ് എന്താണ്, അവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ടേം ആണ്. ഓക്കെ, മനസ്സിലല്ലോ, അത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ടേം ആണ് നമുക്ക് മാസിന് അവിടെ ഇക്വലന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വെലോസിറ്റി വി ടേംസിലുണ്ട് ലീനിയർ മോഷന്റെ കേസിലാണെങ്കിൽ. അതിൽ ആംഗുലർ മോഷൻ ആവുന്ന സമയത്ത് വെലോസിറ്റി എന്ത് ചെയ്യാം, നമുക്ക് സാധാരണ നമ്മൾ എക്സ് ഡോട്ട് സ്ക്വയർ എന്ന് നേരെ എടുക്കും. ഇവിടെ ഇപ്പോൾ തീറ്റയാണ് വരുന്നത്, എക്സ് ഡോട്ട് എന്ന് പറയുന്നത് ഇക്വലന്റ് ആയിരിക്കും, ഇക്വലന്റ് ടു തീറ്റ ഡോട്ട്. ഓക്കെ, തീറ്റ ഡോട്ട്. അപ്പോൾ തീറ്റ ഡോട്ടിന് സ്ക്വയർ എടുക്കുന്ന സമയത്ത് തീറ്റ ആണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് സമയത്ത് അത് വെലോസിറ്റി കമ്പോണന്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ കൈനറ്റിക് എനർജി ടി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഐ തീറ്റ ഡോട്ട് സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, തീറ്റ ഡോട്ട് സ്ക്വയർ നമ്മൾ എന്ത് ചെയ്തോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഐയുടെ വാല്യൂ കൂടി ഒന്ന് കൊടുത്ത് ഓപ്പൺ ചെയ്യുക. ഐയുടെ വാല്യൂ എം ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ആണ് ഇൻറ്റു തീറ്റ ഡോട്ട് സ്ക്വയർ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഇൻറ്റു തീറ്റ ഡോട്ട് സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ എന്ത് പറയുന്നത് കൈനറ്റിക് എനർജി ടേം എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ടേം എന്ന് പറയുന്നത്, ഓക്കെ, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ടേം കിട്ടാൻ കാരണം നമുക്ക് ഇവിടുത്തെ ഒരു ഡൗൺവേർഡ് ഫോഴ്സ് കാരണമാണ് പൊട്ടൻഷ്യൽ ടേം അവിടെ കിട്ടുന്നത്. ഓക്കെ, ഡൗൺവേർഡിൽ എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് ഡൗൺവേർഡിൽ ഒരു ഇത് കിട്ടുന്നുണ്ട്. അപ്പൊ അത് കാരണം എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ശരിക്കും എം ജി എന്ന ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യുന്നു. അതാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ടേം എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു പൊട്ടൻഷ്യൽ എനർജി ടേം നമ്മൾ റെസ്പെക്ട് ഒരു കമ്പൗണ്ട് വ്യത്യാസത്തിന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താണ്, ഈ റെസ്പെക്ട് ഒരു തീറ്റ ഒക്കെ നോക്കുമ്പോൾ എം ജി എൽ കോസ് തീറ്റ ആ ഒരു കമ്പോണന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ടേം വി ഈസ് ഈക്വൽ ടു മൈനസ് എം ജി എൽ കോസ് തീറ്റ എന്നാണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത് പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ കഴിഞ്ഞ ദിവസം സിമ്പിൾ പെനൽറ്റി പറഞ്ഞ അതേ കേസ് തന്നെ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ടേം വരുന്ന സമയത്ത് എന്ത് ചെയ്യും, എം ജി എൽ കോസ് തീറ്റ ആ ഒരു കമ്പോണന്റ് ആണ് എന്ത് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ എനർജി ടേം ആയിട്ട് അവിടെ ആക്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ കൈനറ്റിക് എനർജി ടേം ആയിട്ടുണ്ട്. ഇത് ഈ മൈനസ് സൈൻ വരാൻ കാരണം റിസ്റ്റോറിംഗ് ഫോഴ്സ് ആണല്ലോ എന്ത് ചെയ്യും, ടുവേർഡ്സ് സെല്ലർ ന്യൂട്രലി ഓസിലേഷൻ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്ത് മാക്സിമത്തിൽ എത്തുന്നു. ഈ ഒരു എത്തുന്ന സമയത്താണ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആകും. കൈനറ്റിക് എനർജി ഇങ്ങനെ കൂടി കൂടി പോകുന്നു. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം, ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് എന്തോറും പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ മൈനസ് ഒരു സൈൻ അവിടെ കൊടുക്കാൻ കാരണം. ഓക്കെ, മൈനസ് എം ജി എൽ കോസ് തീറ്റ എന്ന് കൊടുക്കുക. ഇനി ഇവിടുത്തെ റിസൾട്ടന്റ് എൽ വാല്യൂ, ഓക്കെ, എഫക്റ്റീവ് എൽ ലഗ്രാഞ്ചിയൻ ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, difference between kinetic energy and potential energy that will be equal to half into m into k square plus l square theta dot square plus m into lg cos theta. Okay, cos theta. നിങ്ങളൊരു കാര്യം നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ മിക്ക ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്ന സമയത്തും ഒരെണ്ണം തീറ്റ ഡോട്ടിന്റെ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ക്യൂ ഡോട്ടിന്റെ വാല്യൂ ആയിരിക്കും. ഓക്കെ, ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ വെലോസിറ്റി ഫംഗ്ഷൻ ആയിരിക്കും വരുന്നത് മിക്കപ്പോഴും. ഒരെണ്ണം എന്തായിരിക്കും, അതവിടെ തീറ്റ ഇതിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അതാണ് ഒരിക്കലും സീറോ ആയിട്ട് പിന്നീട് അവിടെ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ അറിയാം. ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ്, ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടുത്തെ കോർഡിനേറ്റ് എന്താണ്, തീറ്റയാണ്. തീറ്റയാണ് വേരി ചെയ്യുന്നത്, ലെങ്ത് ഒന്നും മാറുന്നില്ല, തീറ്റ മാത്രമേ എന്ത് ചെയ്യുന്നു അവിടെ വേരി ചെയ്യുന്നുള്ളൂ.
അതുകൊണ്ട് തന്നെ ഇവിടുത്തെ 3/dt ഓഫ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് 0 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ലഗ്രാഞ്ച് ഇക്വേഷൻ റെസ്പെക്ട് ടു തീറ്റ ഡോട്ട് ആണ്. ഇനി എന്ത് ചെയ്യണം, നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് എടുക്കുക. ഓക്കെ, ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇവിടെ തീറ്റ ഡോട്ടിന്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ ഈ ഒരു വാല്യൂ ആയിരിക്കും വരുന്നത്. ഈ ഒരു വാല്യൂ മാത്രമേ വരത്തുള്ളൂ. 2 into ക്യാൻസൽ ആവും, ബാക്കി എന്ത് ടേം വരും? ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് m into a square plus l square തീറ്റ ഡബിൾ ഡോട്ട്. ഓക്കെ, ഇവിടെ ഡെറിവേറ്റീവ് വന്നു, തീറ്റ ഡബിൾ ഡോട്ട് എന്ത് ചെയ്യും അവിടെ നമുക്ക് വരും. അടുത്ത് തീറ്റ ഡോട്ട് അല്ലേ വരത്തുള്ളൂ, 2 വരും, തീറ്റ ഡോട്ട്. ഓക്കെ, തീറ്റ ഡോട്ട് വരും. അടുത്ത് എന്താ വരുന്നത്? അടുത്ത് നമുക്ക് വേണം വിത്ത് റെസ്പെക്ട് ടു ഡോ എൽ ബൈ ഡോ തീറ്റ, ഡോ എൽ ബൈ ഡോ തീറ്റ വിച്ച് വിൽ ബി ഈക്വൽ ടു mgl cos theta. mgl cos theta ഡെറിവേറ്റീവ്, cos theta ഡെറിവേറ്റീവ് എന്താണ്? sin theta. ഓക്കെ, that is mgl sin theta. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡോ എൽ ബൈ ഡോ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് mgl sin theta എന്ന് കിട്ടും. ഓക്കെ, മൈനസ് പറയുന്നത് പോസിറ്റീവ് ഡെറിവേറ്റീവ് മൈനസ് sin theta വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇതിനകത്ത് ഈ ഒരു വാല്യൂസിനകത്ത് ഇവിടെ എന്ത് ചെയ്യണം, ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് എന്താണ്, ഇവിടെ d ബൈ dt ഉണ്ട്. d ബൈ dt ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഡെറിവേറ്റീവ് ഓഫ് തീറ്റ ഡോട്ട് വരും. എന്ത് വരും? ഇവിടെ തീറ്റ ഡബിൾ ഡോട്ട് ആയിട്ട് മാറും. നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇതിനകത്ത് എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കുക. കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഇവിടെ കിട്ടുന്ന എഴുതി തരാം, d ബൈ dt ഓഫ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ടിന്റെ വാല്യൂ ആണ് m ഇൻറ്റു k സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഇൻറ്റു തീറ്റ ഡോട്ട്. ഓക്കെ, തീറ്റ ഡോട്ട്. മൈനസ് ഉണ്ട്, മൈനസ് ഇവിടുത്തെ ഒരു മൈനസ് വരും, അതെന്താവും പ്ലസ് ആയിട്ട് മാറും. പ്ലസ് കൊടുക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് mgl സൈൻ തീറ്റ എന്നിട്ട് mgl സൈൻ തീറ്റ. ഇവിടെ d ബൈ dt ഓഫ് തീറ്റ ഡോട്ട് തീറ്റ ഡബിൾ ഡോട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് m ഇൻറ്റു k സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഇൻറ്റു തീറ്റ ഡബിൾ ഡോട്ട് എന്നായിട്ട് മാറി പ്ലസ് mgl sin theta. Okay, mgl sin theta which will be equal to എന്തായിരിക്കും, which will be equal to 0. ഇതില് ഈ ഒരു നമുക്ക് സാധാരണ നമ്മൾ സെക്കൻഡ് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യത്തില്ല, ഇവിടുത്തെ ഈ വാല്യൂസ് അവിടെ കൊടുക്കാറില്ല. ഓക്കെ, കോഎഫിഷ്യൻസ് അവിടെ കൊടുക്കാറില്ല. ആ ഒരു തീറ്റ ഡബിൾ ഡോട്ട് മാത്രമേ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമാറ്റ് എഴുതുന്നത്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് m k സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ കൊണ്ട് എന്ത് ചെയ്യുക, ഒന്ന് ഡിവൈഡ് ചെയ്യുക, ഇവിടെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, m k സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒന്ന് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എന്താ, ഈ ടേംസ് ഇവിടെ ക്യാൻസൽ ആവും, ഇവിടെ m ക്യാൻസൽ ആവും, ഇവിടെ ബാക്കി k സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഇവിടെ ഉണ്ടാവും. അപ്പോൾ എന്താവും, ദാറ്റ് ഈസ് തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് gl sin തീറ്റ ഡിവൈഡഡ് ബൈ k സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ വിച്ച് വിൽ ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു കോമ്പൗണ്ട് ബെയർ പെൻഡുലത്തിന്റെ സിമ്പിൾ ഹാർമോണിക് ഇക്വേഷൻ ഇതാണ് അടുത്ത സിമ്പിൾ ഹാർമോണിക് ഇക്വേഷൻ. ഇനി ഇതില് തീരെയും ചെറിയ വാല്യൂസ് ആണെങ്കിൽ, ഓക്കെ, ഫോർ സ്മോൾ വാല്യൂസ് സൈൻ തീറ്റ വിച്ച് ഈസ് നിയർലി ഈക്വൽ ടു തീറ്റ. ഓക്കെ, സൈൻ തീറ്റ എന്താണ്, തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് gl തീറ്റ ഡിവൈഡ് ബൈ k സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷനായിട്ട് ഒന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടൈമിൽ എടുക്കാൻ പറ്റും. കാരണം ഇത് ഒമേഗ സ്ക്വയറിന്റെ വാല്യൂ, ഒമേഗ സ്ക്വയർ തീറ്റ വാല്യൂണ് കിടക്കുന്നത്. ഓക്കെ, സിമ്പിൾ ഹാർമോണിക് മോഷൻ കേസ് ചെയ്ത് ഒമേഗ സ്ക്വയർ തീറ്റ വാല്യൂ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ടിയുടെ ഇക്വേഷൻ കൊടുക്കുന്നത് t is equal to 2 pi root of k സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഡിവൈഡ് ബൈ g എന്ന് കിട്ടും. ഇതാണ് ഇവിടുത്തെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു കോമ്പൗണ്ട് ബാർ പെൻഡുലത്തിന്റെ കേസിൽ നമുക്ക് ആ ഒരു ലഗ്രാഞ്ച് ഇക്വേഷൻ യൂസ് ചെയ്ത് ഡിറൈവ് ചെയ്യാം. എന്ത് ചെയ്യും, കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ ടേം കണ്ടുപിടിച്ചു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡെറിവേറ്റീവ് എടുത്തു, സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടി, സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷൻ കിട്ടി. കമ്പയർ ചെയ്തിട്ട് അതിന്റെ ടൈം പീരീഡ് ഇക്വേഷൻ എന്ത് ചെയ്തു, അവിടെ ഡിറൈവ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ, സിമ്പിൾ ആപ്ലിക്കേഷൻസ് ഓഫ് ലഗ്രാഞ്ച് മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത സിമ്പിൾ
പെൻഡുലം ആണ്. സെക്കൻഡ് ഡിസ്കസ് ചെയ്ത ആക്ടിവിറ്റി മെഷീൻ ആയിരുന്നു. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്ത ന്യൂട്ടൺ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ്. ദെൻ എൽ സി സർക്യൂട്ട് ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ഈ ഒരു കോമ്പൗണ്ട് പെൻഡുലം ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിൻലി നിങ്ങൾക്ക് വരുന്നത്. ഇനി എന്തെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി നടത്തിയതിനു ശേഷം നോക്കിയിട്ട് ഡിസ്കസ് ചെയ്ത് തരാം.